ഗൈസ്, അങ്ങനെ സുനിൽ ഛേത്രി ദേശീയ ടീമിലേക്കുള്ള ഒരു തിരിച്ചുവരവ് നടത്തുന്നു. മാർച്ചിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ സുനിൽ ഛേത്രി ടീമിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. നമ്മൾ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സുനിൽ ഛേത്രിക്ക് ഒരു തിരിച്ചുവരവ് കൊടുക്കണമോ, അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരണമോ എന്നുള്ള ഒരു കാര്യം. ഞാനതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നാലും തെറ്റില്ല എന്നുള്ള സാഹചര്യമായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം കണക്കിലെടുത്താണ് പറഞ്ഞത് മറ്റ് സ്ട്രൈക്കേഴ്സിൻ്റെ പ്രകടനങ്ങൾ അത്ര മികച്ചതായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് അത് സംസാരിച്ചത്. എന്നാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും കൂടുതലായിട്ട് സംസാരിക്കാനുള്ളത്. എങ്കിലും കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് സുനിൽ ഛേത്രി ഈ സീസണിൽ സോഫാർ 12 ഗോൾസ് അടിച്ചിട്ട് അദ്ദേഹം കരിയറിലെ തന്നെ ഒരു മികച്ച ഫോമിലാണ് തുടരുന്നത് എന്നുള്ളതാണ്. ഇപ്പം അലാദീൻ അജാരിയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത്. അദ്ദേഹം അടിച്ച് 21 ഗോളുകളാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ 12 ഗോളുകളുമായിട്ട് 2ാം സ്ഥാനത്താണ് സുനിൽ ഛേത്രി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തതിൽ പ്രത്യേകിച്ച് തെറ്റ് പറയാനില്ല എന്നുള്ളതാണ്. അദ്ദേഹം 40 വയസ്സായി, അദ്ദേഹം റിട്ടയർ ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്. മറ്റ് ചില വസ്തുതകൾ കൂടി നമുക്ക് പരിശോധിക്കണം. എന്തുകൊണ്ട് എടുത്തു, ഇദ്ദേഹം ഗോൾ അടിച്ചത് കൊണ്ട് മാത്രമാണോ എടുത്തത്, ഇനിയും നമുക്ക് ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നല്ലോ. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് മറ്റ് സ്ട്രൈക്കേഴ്സിൻ്റെ പ്രകടനങ്ങൾ വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ ഡേവിഡ് ആണ്, അല്ലെങ്കിൽ ഇർഫാൻ യാദ്വാദാണ്, ഐ ലീഗിലും എഡ്മണ്ടും ലാൽബേക്കാനെയാണ് സ്ട്രൈക്കേഴ്സ് എന്ന നിലയിലുള്ളത്. പക്ഷേ ഇവർക്കൊന്നും ഇപ്പം ലാൽബേക്കാനെയാണ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾസ്, അത് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു ആസ് എ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ. ബാക്കി പ്ലേയേഴ്സിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇർഫാൻ യാദവ് ഒരുപാട് ഗെയിം ടൈം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത്രമേൽ ഗോൾസിലേക്ക് വരുന്നില്ല. ഡേവിഡിനാണെങ്കിൽ ഗെയിം ടൈം കുറവാണ്, എന്നാൽ എഡ്മണ്ട് അത്യാവശ്യം കാര്യമായിട്ട് കളിക്കുന്നുണ്ട്, ഗോൾസും ഡീസൻ്റായിട്ട് അടിക്കുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഛേത്രി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് ഫാക്ടർ ഒഴിവാക്കാനാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിൽ കിട്ടിയിരിക്കുന്നത്, ഞാൻ മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട്, അത്യാവശ്യം ടഫായിട്ടുള്ള ഈ ഒരു ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ടഫായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം അതിൽ ഒരു നല്ല സ്കോറർ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെക്കാൾ താഴ്ന്ന ഒപ്പോണൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒപ്പോണൻസ് ആണ് കളിക്കുന്നതെങ്കിലും നമുക്ക് ഈ ചിലപ്പം സ്കോറിംഗ് ആയിരിക്കും ആ ഒരു മാച്ചിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ടേൺ അറൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സുനിൽ ഛേത്രിയെ ഒരു മെയിൻ മാൻ ആക്കിയിട്ട് ഈ ഒരു ടീമിനോടൊപ്പം വെക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് അദ്ദേഹത്തെ തന്നെ ഒരു ഫുൾ ടൈം ഇനിയും കളിപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോജിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും പ്രായമായി ഇനിയും ഇൻ്റർനാഷണൽ ഇതിൽ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അപ്പം മറ്റ് പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് ആവശ്യമാകുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും. അതല്ല ഇദ്ദേഹത്തെ തന്നെ മെയിൻ മാനാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മികച്ചതായിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാണെങ്കിൽ ഇഗോർ സ്റ്റിമാച്ച് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്ലാനും ഇല്ല ഛേത്രിയെ കളിപ്പിക്കുക, ഉണ്ടെങ്കിൽ കളിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പുറത്തേക്ക്. അപ്പോൾ മനോള ആയതുകൊണ്ട് അദ്ദേഹം കുറച്ച് ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു 30 മിനിറ്റ്സ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ലെവലിൽ ചിലപ്പം ആ സമയത്തൊക്കെ ഇറങ്ങിയിട്ട് ഗോൾ അടിക്കാനും നമുക്ക് ടീമിന് ഗുണകരമാകുന്ന രീതിയിലൊക്കെ മാറാനും കഴിയും. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏഷ്യൻ കപ്പിൻ്റെ ഒരു യോഗ്യത നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസിന് സനിയ.